Hi friends, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയൊരു ഡിഷ് ആയാലോ. തേങ്ങ വറുത്തരച്ച കറി. ഉച്ചക്കത്തേക്ക് ലഞ്ചിനത്തേക്കായിട്ട് അതോ ചപ്പാത്തിയുടെ കൂടെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കറി. ഞങ്ങൾ കൊങ്കണികളുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ കാളി ഗെഷി. നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വേഗത നോക്കിയിട്ട് വരാം. ആദ്യം ഞാനിവിടെ ഒരു ഗ്ലാസ് കടല എടുത്തിട്ടുണ്ട്. ആ കടല ഒരു 5 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് കുതിർക്കാൻ വയ്ക്കാം. പിന്നെ വറുത്തരയ്ക്കാനായിട്ട് അരമുറി തേങ്ങ, 6 വറ്റൽമുളക്, കറിവേപ്പില, 2 ടീസ്പൂൺ മല്ലി. അഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കടല നമുക്ക് ഒരു 2 or 3 വിസിലെടുത്ത് ഒന്ന് വേവിക്കാം. നിങ്ങൾ വാങ്ങിച്ച കടലയുടെ വേവിനനുസരിച്ച് വിസിലെടുക്കുക. അടുത്തായി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിന് തേങ്ങയും വറ്റൽമുളകും കൂടെ ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നോടം വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഈ കളറായി കഴിയുമ്പോൾ നമ്മൾ മല്ലിയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കണ്ട ഈ കളറായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ആദ്യം തന്നെ കഷ്ണങ്ങൾ റെഡിയാക്കാം. നമുക്ക് കറിക്കുള്ളത് ചേന, പൊട്ടറ്റോ, മുരിങ്ങക്കോലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മളിത് അരച്ചെടുക്കുക. എണ്ണ പൊങ്ങി വരുന്നോടം വരെ നമ്മളിത് അരച്ചെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ എണ്ണ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിന്. പിന്നെ അടുത്തായി നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. ചേനയും ഉരുളക്കിഴങ്ങും ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്, കാരണം ഇതിന് വേവ് കൂടുതലുണ്ടല്ലോ. നമുക്ക് മുരിങ്ങക്കോൽ സെപ്പറേറ്റ് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന കടലയില്ലേ, അതും കൂടെ ആഡ് ചെയ്യുക. ഞാനിവിടെ പുളി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന മസാലയില്ലേ, ഏകദേശം തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക.
നല്ലോണം തിളച്ച് വരുന്നുണ്ട്. വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ആദ്യം കടല വേവിച്ച വെള്ളമില്ല, ആ വെള്ളം ആഡ് ചെയ്യുവാണെങ്കിൽ ടേസ്റ്റി ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ സാദാ വെള്ളം ചേർത്താലും മതി. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നല്ല തിളച്ച് വരുന്നോടം വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ കൊച്ചു റെസിപ്പി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.